Hi friends, welcome back to another episode. Guys, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മള് അൽമാട്ടിയിലെത്തി, നമ്മുടെ ഇതിലെത്തി. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ ഇപ്പോ ഇവിടത്തെ ടൈം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ടൈം ഇപ്പൊ 8 o'clock ആണ്. ഹായ് യെസ്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് അതെ മലയാളിയാണ്. നമ്മളിന്ന് അർബാദ് സ്ട്രീറ്റിലാണ് പോണത്. ഈവനിങ് ഇങ്ങനെ ചുമ്മാ നമ്മൾ ടർക്കിഷ് ഫുഡ് അടിക്കാൻ പോകണേണ് ഗൈസ്. ഇവിടെ വന്നത് മെയിനായിട്ട് ഫുഡ് അടിക്കാനാണ് ഗൈസ്. ഇത് പുതിയ അപ്പാർട്ട്മെന്റ് ഇതുകൊണ്ട് നോക്കിയാൽ നല്ല ഭംഗിയാണ്. ഇവിടെ ഫുൾ ഭയങ്കര മെക്കാനിസമാണ് ഗൈസ്. ഇവിടെ ഇപ്പൊ ലൈറ്റ് ഇല്ല. ഞാൻ ഇത് പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഓൺ ആയി. കണ്ടോ? നമുക്ക് ഇനി ഇത് കുത്തിക്കഴിഞ്ഞാൽ ഈ സാധനം ഓപ്പൺ ആവും. അണ്ടി തള്ളണം. അയ്യോ, അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് ഗൈസ്. ഓ, പുറത്ത് നല്ല തണുപ്പാണ് ഗൈസ്. നല്ല തണുപ്പാണ് പുറത്ത്. അയ്യോ, ഇവിടത്തെ പിള്ളേരൊക്കെ ഭയങ്കര എല്ലാരും ഒരേപോലെ ഇരിക്കണം പിള്ളേര്. ലൈറ്റ് എല്ലാരും ഒരേപോലെ ഇരിക്കണം. അർബാദ് സ്ട്രീറ്റ്. അർബാദ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പിള്ളേര്, ഇവിടുത്തെ ആൾക്കാര്, എവ്രി വൺ ഭയങ്കര കൈൻഡ് പീപ്പിൾ. എല്ലാവരും നല്ല ആൾക്കാര്. നമ്മളോട് ആ ചെക്കൻ ചോദിച്ചു ഇവിടെ നമുക്കൊരു അപ്പാർട്ട്മെന്റ് ചെക്കൻ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമ്മളാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെക്കൻ ചോദിച്ചു എന്താ ഒരു നൈറ്റ് വോക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ താഴെ എവിടെയോ ഒരു സ്ഥലത്ത് നല്ല ഡിന്നർ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അർബാദ് സ്ട്രീറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ലൈക്ക് അവർ അങ്ങനെ പറഞ്ഞു. അപ്പം അവരിങ്ങനെ ലൈക്ക് അവർക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ റഷ്യനും പിന്നെ കസാക്കിസ്ഥാനിലുള്ള ലാംഗ്വേജ് ആണ് അവർ പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നിട്ട് ചോദിച്ചു നമുക്കൊരു ടാക്സി ബുക്ക് ചെയ്ത് തരണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തു. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കൈൻഡ് പീപ്പിളാണ്. ഭയങ്കര കൈൻഡ് പീപ്പിൾ. ഇല്ലേ ഡോറ അതിൻ്റെ അവിടെ ഒരു കമന്റ് അടിച്ചു, പക്ഷെ പറയുന്നില്ല. യെസ്, ഇവിടെ ടാക്സി നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ഊബർ ബുക്ക് ചെയ്യണ പോലെ ഇവിടെ യാൻടെക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നത്. അത് ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണില്ല. അപ്പം ഗൈസ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഡോറേന്റെ പുറകെ നടക്കുന്നത്. അത് പൊക്കിക്ക്. അപ്പം ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇതിൽ കൂടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ 6th ഫ്ലോറിലാണ്. അപ്പോൾ ഇതിവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും മെഡിക്കൽ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കൊറിയൻ മാർക്കറ്റ് ഉണ്ട്. ഞാൻ കൊറിയൻ ഫാനൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് അവിടെ ഒരു ഗ്രീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ടാക്സി വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം. ടർക്കിഷ് ഫുഡ് കഴിക്കാൻ പോകണം നമ്മൾ. അപ്പോൾ ഇവിടെ ഗൈസ് ഞാനെപ്പോൾ വീഡിയോ തുടങ്ങിയാലും അപ്പോൾ ഡോർ എന്തെങ്കിലും കൂടെ ഇപ്പോൾ കാണിച്ചേക്കും. അപ്പോൾ നമ്മൾ അർബാദ് സ്ട്രീറ്റിലെത്തി ഗൈസ്. അപ്പോൾ അർബാദ് സ്ട്രീറ്റിൽ നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം. ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ണിങ്ങനെ ബൾബുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. ഇവിടെ ഫുഡ് കഴിക്കാൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുഞ്ഞി ഷോപ്സ് ആണെല്ലാം. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ അവിടുത്തെ ക്വീൻസ് വോക്കിലൊക്കെ പോലെയാണ് ഇവിടെ എല്ലാവരും രാത്രി നൈറ്റ് വോക്ക് എന്നൊക്കെ പറഞ്ഞവരെ ഇറങ്ങുന്നത്. തണുപ്പായതുകൊണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റും. എനിക്ക് തണുപ്പ് അത്ര സെറ്റാവില്ല. എനിക്ക് പക്ഷെ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തണുപ്പ് സെറ്റാവില്ല, എന്നാൽ ചൂട് സെറ്റാവില്ല. അതെ, പൊക്കിക്ക്. എന്തൊക്കെയാലേ ഈ പിള്ളേരുടെയൊക്കെ ഒരേ കളി. ഞങ്ങൾ 2 അടിയായിരുന്നത് കിട്ടാൻ വേണ്ടി.
കണ്ണും മൂക്കും വായൊക്കെ തുറന്ന് നടന്നില്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. ഇവിടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബൈക്സ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കണ്ണും മൂക്കും വായും തുറന്ന് നടന്നോളണമെന്ന്. അവിടെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കണ കണ്ടു, നല്ല രസമുണ്ട് കാണാൻ. ഡോറ പിടിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഓടേണ്ടി വരും. ഇതുണ്ട് ഇവിടെ മാസ് ക്രോസിംഗ് ആണ് എല്ലാവരും. ഇവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാരെയും കാണാൻ ഒരേപോലെ ഇവിടെ എല്ലാരെയും കാണാൻ ഒരേപോലെ ഉണ്ട്. ഇവിടുത്തെ പിള്ളേരുടെ കയ്യിൽ ഐഫോണാണ് ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പിള്ളേർക്ക് എന്ത് ബോൾഡ്, നമ്മളൊക്കെ ഇങ്ങനെ അയ്യോ 10 എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര ബോൾഡാണ്. വലിയ കാര്യത്തിൽ ഡോറ വായിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏതായാലും ഭാഷ ഇംഗ്ലീഷാണ് ഗൈസ്. ഇല്ല ഗൈസ്, ഇവിടെ ഇന്ത്യ ആയാലും നമ്മൾ ട്രാൻസ്ലേറ്റർ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അവർക്കറിയാവുന്ന ആകെ ഹായ് ബൈ, ഇത് മാത്രമേ ഹായ് ഹലോ ബൈ, ഹായ് ഹലോ ബൈ. ഗൈസ് കൺവിൻസിങ് സ്റ്റാർ ഡോറയാണ്. അവള് ദുബായ് ചോക്ലേറ്റ് അതിനകത്ത് കണ്ടിട്ട് നോ കുതിരച്ചിട്ടൂടെ ഗൈസ്. ഇവിടെ കുതിരച്ചിയാണ് മെയിൻ. അവിടെ കുതിരയിറച്ചി വേണം എന്നൊരു ആടെ പറയുന്നുണ്ട്. അപ്പോൾ കുനാഫ ചോക്ലേറ്റ്സ് അത് കഴിക്കാൻ വേണ്ടി ഡോറ കൺവിൻസ് ചെയ്യാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെടുവാണ്. ഗൈസ് നമ്മൾ ചിക്കൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തത്. ലാം മാറിപ്പോയി. അതൊക്കെ ഫുൾ വ്യത്യാസമല്ലേ ഗൈസ്. നമ്മുടെ ഫുഡ് വന്നു. ഫസ്റ്റത്തെ ഫുഡ് ഇത് ഞങ്ങൾ സിംഗ്ലസ് ആണെന്ന് വിചാരിച്ചില്ല, വന്നപ്പോഴാണ് സിംഗ്ലസ് ആണെന്ന് മനസ്സിലായത്. ഗൈസ് ഇതിന്റെ പേര് അറിഞ്ഞൂടാ, പക്ഷെ പടം കാണിച്ചു കൊടുത്ത് വാങ്ങിയ സാധനമാണ്. ബീഫാണെന്ന് അറിയാം. പിന്നെ കുറെ ക്യാപ്സിക്കോൺ തക്കാളി ഉണ്ട്, അതെനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. കുതിരയിറച്ചി വാങ്ങാൻ നിൽക്കുന്ന പാടം. എന്ത് ഫുഡായാലും തിന്നാൻ വേണ്ടി വെയിറ്റ്. ഗൈസ് ഇത് ടാഷ്കൻ ടീ ആണ്, നമ്മുടെ ടർക്കിഷ് ചായ എന്ന് പറയാം. ഒരു ഗ്രീൻ ടീ പോലത്തെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചു. മമ്മി ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിന്നില്ലേ ബീഫിൻ്റെ ഒരു സംഭവം, അതിൻ്റെ പേര് തപ്പിയിട്ട് പറഞ്ഞു തരാം. അത് പോയ വഴി കണ്ടില്ല, തിന്നത് അത് കൊണ്ടുവന്ന് വെച്ചത് അപ്പം തന്നെ തീർന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ടും അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതാണ് ലാം കബാബ്. ഇത് അതെ ഫോട്ടോയിൽ കാണിച്ച പോലെ അതിനകത്ത് കുറവാണ്. ഗൈസ് ഇത് ഹോഴ്സ് മീറ്റ് ആണ്. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഉപ്പർച്ചി പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ എന്താണ് അവിടെ സൂപ്പ് പോലെ സംഭവം. ഡോർ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ ഫുഡ് ഡേയ്സൊക്കെ ഇറങ്ങി. ഞാൻ ആ മറ്റേ ഹോഴ്സ് മീറ്റ് വായിൽ വെച്ചതും ഞാൻ ഏതൊക്കെയോ ലോകത്തേക്ക് പോയി. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്കാണ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ഇത് ചോക്ലേറ്റ്സ്, ഇത് സ്നിക്കേഴ്സ്, അതും ചോക്ലേറ്റ്സ്. ഡാഡ നട്ട്സാ വാങ്ങിയത്. ഗൈസ് നമ്മളിനി നടക്കാൻ പോവാണ്. മതിയാവുമ്പോഴത്തേക്ക് നമ്മൾ ടാക്സി വിളിച്ച് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഗൈസ് ഞങ്ങൾ ഫുൾ അവിടെയൊക്കെ നടന്ന് തിരിച്ച് നമ്മൾ അപ്പാർട്ട്മെന്റിലെത്തി. സത്യമായാലും ഒരു ജീവനും ഇല്ല. ഉറങ്ങി മര്യാദക്ക് ഉറങ്ങിയിട്ട് കുറച്ച് നേരമായി അല്ലേ, ഒരു ദിവസം 2 ദിവസമായി. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടയർഡ്നെസ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ 2 നമുക്ക് നാളെ രാവിലെ കാണാം. ടാറ്റാ.